ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമല്ല, ഏകദേശം ഒരു 3 മാസം 2 മാസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാനും ട്രെയിനിങ് ചെയ്യാനും പിന്നെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാറി നിന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് ഇതിലെ കാര്യങ്ങൾ ഡെക്സിനെ കുറിച്ചിട്ട് അറിഞ്ഞാൽ മാത്രം തന്നെയാണ് നമുക്ക് വളരെ ഏർലി നമുക്ക് ഈ സംഭവം ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. നമുക്കറിയാം, നമുക്ക് ഈ ഒരു ആൾട്ട് സീസണിൽ ഒരു ക്രിപ്റ്റോ റാലിയിൽ പഴയതുപോലും നല്ല പണ്ട് കാലം 2018 2016 അതുപോലെ 2021 ഈ ഒരു ടൈമുകളിലൊക്കെ ബുൾ റാലി വരുമ്പോൾ ആൾട്ട് കോയിനുകളൊക്കെ നല്ല രീതിയിൽ പമ്പിങ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കുറേ കഴിഞ്ഞ ഒരു മാസം മുന്നേ നല്ല രീതിയിൽ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതുപോലെ തന്നെ അത് പിന്നെ അങ്ങോട്ട് ഫേമസ് ആയി അങ്ങോട്ട് കയറി വന്നില്ല. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ആയിട്ട് നല്ല രീതിയിലുള്ള ഈ ക്രിപ്റ്റോയിൽ അനലൈസ് ചെയ്യുന്നവർ പറയുന്നത് എല്ലാത്തിനും കാരണം നമ്മുടെ മീം കോയിനുകളാണെന്നാണ് പറയുന്നത്. അത് ഒരുപാട് ശരിയാണ്. കാരണം ഏതൊരു ബുൾ റാലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൽ കുറേ ന്യൂബീസ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടുകളും മറ്റ് കോയിനുകളിലൊക്കെ ഈ ഒരു പമ്പിങ് സ്റ്റാർട്ട് ആകുമ്പോൾ അവരെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ വളരെ പുതിയ ആളുകൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിട്ട് കാണരുത്. കാരണം അവരുടെയൊക്കെ വോളിയം വളരെ വലുതാണ്. കാരണം ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഹ്യൂജ് ഒരു ഫണ്ടാണ് അതിലോട്ട് ഫണ്ട് ഫ്ലോ വരാറ് ആൾട്ടുകളിലേക്ക്. അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആൾട്ട് റാലി സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഈ ക്രിപ്റ്റോയിലുള്ള സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അനലൈസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് മീം കോയിൻ ആണ് അതിൻ്റെ മെയിൻ റീസൺ. കാരണം മീം കോയിൻ ഒരു റെഗുലേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ കൺട്രികളിൽ അതൊരു ബാനെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാലാണ് ശരിക്കുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതായത് AI പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. നല്ല നല്ല കമ്പനികൾ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, NVIDIA ആയിക്കോട്ടെ, ഇവരൊക്കെ നല്ല നല്ല പ്രൊജക്റ്റുകൾ അവരെ സബ്ബായിട്ട് ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന കുറേ കമ്പനീസുകളുണ്ട് ക്രിപ്റ്റോൻ്റെ തന്നെ. പക്ഷേ അതൊന്നും കയറുന്നില്ല. പിന്നെ NFT മെറ്റാവേഴ്സ് ഈ കാറ്റഗറിയിൽ പെടുന്ന നല്ല നല്ല കോയിനുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഗ്രോത്ത് ഇല്ല. ഒക്കെ മീം കോയിനുകളാണ് അതിൻ്റെ മെയിൻ റീസൺ. എല്ലാവർക്കും അറിയാമല്ലോ, മീം കോയിനുകൾ നല്ല രീതിയിൽ കുറേ പേർക്ക് ക്യാഷൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ എന്ന് പറയുമ്പോൾ ഒരു 90-95% പേരുടെ കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാശ് ഉണ്ടാക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് റഗ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്പേഴ്സ് തന്നെയാണ് ഇതിൽ കൂടുതലും കാശ് ഉണ്ടാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും കുറേ കാശ് ഉണ്ടാക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 2 മാസം കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാനോ സ്കാൻ ഈ സോൾ സ്കാനറിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ നല്ല രീതിയിൽ ഏർലി നമുക്ക് ഈ ഒരു കോയിൻ കണ്ടെത്തി ബൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ റഗ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ റഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ റഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലത്തെ മിൻറ്റിങ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനത്തെ പിന്നെ ഡെവലപ്പർ കണ്ടുപിടിക്കുന്നത്, ഡെവലപ്പറിൻ്റെ ആക്ടിവിറ്റീസ്, പിന്നെ എത്ര പേര് സ്നൈപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനും കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് മീം കോയിനിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ പേഴ്സണലി എനിക്കിപ്പോൾ മീം കോയിൻ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യമായിട്ടൊരു സംഭവമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലും ഇതിൽ നമുക്ക് ക്യാഷ് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് സ്ക്രീനർ ഈ ഹോം പേജിൽ തന്നെ വന്നപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ കുറേ കോയിനുകൾ ഇതിൽ അപ്രത്യക്ഷമായിട്ട് പോകും, കുറേ പുതിയത് വരും. അതായത് ഒരു ദിവസം ഏകദേശം ചില ദിവസങ്ങളിലൊക്കെ 1,00,000 മീതെ കോയിനുകളാണ് ലോഞ്ച് ആവുന്നത്. അതായത് അത്രയും സ്കാം ആയിക്കോട്ടെ, റഗ്ഗിങ് നടത്തി പോകുന്ന തട്ടിപ്പ് കോയിനുകളായിക്കോട്ടെ, അങ്ങനത്തെ തന്നെയാണ് ഒരു ഓൾമോസ്റ്റ് കോയിൻസ് അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വളരെ മുമ്പ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കൽ ഭയങ്കര ഡിഫിക്കൽട്ടൊക്കെ തന്നെയായിരുന്നു. ഇതിൽ അത്രയധികം കോയിനുകളാണ് വരുന്നത്. അതിനെല്ലാത്തിനും മെയിൻ കാരണമായിട്ട് pump.fun എന്നുള്ള പ്ലാറ്റ്ഫോം, ഇപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഡെക്സിൽ തന്നെ മൂൺഷോട്ട് എന്നുള്ള പ്ലാറ്റ്ഫോം, ഇതുപോലെ തന്നെ വേറെയും കുറേ പ്ലാറ്റ്ഫോമുകൾ ഇവർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കോയിൻ ലോഞ്ച് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആണ് നമ്മുടെ pump.fun പിന്നെ ഈ മൂൺഷോട്ട്. ഇപ്പോൾ വേറെയും വന്നിട്ടൊക്കെ തന്നെ അങ്ങനത്തെ ഒരുപാട് സൈറ്റുകൾ. അപ്പോൾ ഇതൊക്കെ വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് മാനിപ്പുലേഷൻ നടത്തലും കുറേ ഫണ്ടുകൾ ഇതിലോട്ട് പോകുന്നതും ഒക്കെ നടന്നിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടുകളിലേക്ക് നല്ല ഫണ്ട് വരാത്തതിൻ്റെ ഒരു റീസൺ അവർ പറയുന്നത് കുറേ കറക്റ്റൊക്കെ തന്നെയാണ്. നമുക്കറിയാം pump.funലൊക്കെ കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ $20 മതി കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ. പണ്ട് ഇതുപോലൊന്നും ആയിരുന്നില്ല. പണ്ട് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം $2,000, $3,000, $4,000 വേണം ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ അതിനും പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോഡിങ് കാര്യങ്ങളൊക്കെ അറിയണം. കോഡിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അണ്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് മാർക്കറ്റിലോട്ട് വരുന്നത്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്കറിയാം AI ഒക്കെ ബിൽഡ് ആയതിനു ശേഷം ഓരോ ദിവസം കഴിയുന്തോറും എല്ലാ രീതിയിലും വളരെ ഈസി ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോഡിങ് പോലും അറിയാണ്ട് സോഫ്റ്റ്വെയർ വരെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു ദൂഷ്യഫലം ഇതൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോയിനുകൾ, നല്ല പ്രൊജക്റ്റുകൾ ഒന്നും കയറി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ നമുക്ക് ഇനി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് അറിയാം, ഈ ഒരു കാലയളവിൽ നമ്മൾ സൈലൻ്റ് ആയിരുന്ന ഒരു സമയത്തൊക്കെ നമ്മുടെ ട്രംപ് അണ്ണനൊക്കെ ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും നമ്മുടെ സൊളാന എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തൊരു കോയിനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബൈനാൻസിൽ വരെ ലിസ്റ്റ് ചെയ്തു. എന്തിനേറെ പറയുന്നു, നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ റാങ്കിങ്ങിൽ 37ാം സ്ഥാനം വരെ ഈ ഒരു കോയിൻ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒഫീഷ്യൽ കോയിനൊക്കെ തന്നെയാണ്. ഏകദേശം നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ടോട്ടൽ സപ്ലൈയും മാക്സിമം സപ്ലൈയും ഉണ്ട്. അതായത് ഇത് മിൻറ്റിങ് ഒക്കെ ലോക്കഡ് ആണ്, ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ബില്യൺ സപ്ലൈ ഉള്ളത്. ഇതിൽ ഏകദേശം സർക്കുലേറ്റിംഗ് ചെയ്യുന്നത് 20% ട്രംപ് അണ്ണൻ ആളുകൾക്ക് കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ട്രംപ് അണ്ണൻ്റെ കയ്യിൽ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിലായതുകൊണ്ട് നമുക്കിത് പുള്ളി സ്കാം നടത്തില്ല എന്ന് വിചാരിക്കാൻ പറയാൻ പറ്റില്ല. പുള്ളിയും ചിലപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറയാൻ വേണ്ടി ഇത് സ്കാമായി പോയി, അല്ലെങ്കിൽ ഹാക്കായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാലും നമുക്ക് കുറേയൊക്കെ വിശ്വസിക്കാം. പുള്ളിക്കാരൻ്റെ അണ്ടറിൽ കുറേ പേര് ഇത് വർക്ക് ചെയ്യുന്നൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും 20% ഈ ഒരു കോയിൻ
സർക്കുലേറ്റും ചെയ്യുന്നുള്ളൂ, അതായത് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ 80% പുള്ളിക്കാരൻ്റെ കയ്യിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് നോക്കി നോക്കാം. 3 ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്രിപ്റ്റോയിൽ മീം കോയിൻ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതലും കാശ് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഞാൻ കുറേ കമ്മ്യൂണിറ്റികളിൽ കുറച്ച് അത്യാവശ്യം അറിവുള്ള കുറേ ആളുകളായിട്ട് എനിക്ക് കോൺടാക്റ്റ് കിട്ടി ഭാഗ്യത്തിന്. കാരണം നമ്മൾ നല്ല രീതിയിൽ ഒരു ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഡിസ്കഷനും കാര്യങ്ങളിലൊക്കെ കൂടുതൽ അറിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പലരെയും അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വേറെ ഗ്രൂപ്പിലോട്ട് പോകും. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലോട്ട് കയറി പിന്നെ ഒരു ലെവലെത്തിയപ്പോൾ പിന്നെ നമുക്ക് കയറി പോകാൻ പറ്റാണ്ട്. കാരണം നല്ല രീതിയിൽ എക്സ്ട്രീം ലെവലിൽ അറിയുന്ന കുറേ ആളുകളാണ്. നമ്മൾ അവരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ്, ഒന്നും അറിയാത്ത കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ള ഒരു ജേണിയിൽ എനിക്ക് മനസ്സിലായ കാര്യം, അവരുടെയൊക്കെ ഡിസ്കഷനിൽ വന്ന കാര്യം, ഈ ക്രിപ്റ്റോയിൽ കൂടുതലും കാശ് ഉണ്ടാക്കുന്നവർ, ഈ കോയിൻ ഡെവലപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അതിൽ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. അതായത് വലിയ മില്യനേഴ്സോ ബില്യനേഴ്സോ ഒന്നല്ല, അല്ലാതെ തന്നെ അത്യാവശ്യം ഫണ്ട് ഏകദേശം 100K അല്ലെങ്കിൽ 500K മാർക്കറ്റ് ക്യാപ്പ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫണ്ടൊക്കെ ഉള്ള ടീമുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്ന അവർക്കൊക്കെ തന്നെയാണ് കൂടുതലും. ഇതിൽ കൂടുതലല്ല, അവരാണ് കാശ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളെപ്പോലുള്ള ഒരു കാശ് ഉണ്ടാക്കുന്നത് വളരെ ചെറിയ 1% പോലും ഇല്ല, അതിന് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ട്രംപ് അണ്ണൻ്റെ കേസ് തന്നെ എടുക്കാം. നമ്മളെപ്പോലെ സാധാരണക്കാർ ഒരു കോയിൻ നല്ലതാണെന്ന് കേട്ട് നമ്മൾ വന്ന് ബൈ ചെയ്യുമ്പോഴേക്കും കുറച്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വന്ന് ബൈ ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഫണ്ട് വലിയൊരു ഫണ്ടായിരിക്കും. നമ്മളെപ്പോലുള്ളവർ ഒരുപാട് പേര് വരുമ്പോൾ തന്നെ വലിയൊരു വോളിയം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ട്രംപിൻ്റെ ഈ ഒരു കോയിൻ്റെ ഒന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ഡെക്സിൽ തന്നെ സെർച്ച് ചെയ്യാം. നമുക്ക് വീഡിയോ കുറച്ച് ലെങ്തായി വരുന്നതെന്ന് അറിയാം. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോയിൻ, നമ്മുടെ ഈ ഒരു കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ പോലും ഒരുപാട് ലിക്വിഡിറ്റി പ്രൊവൈഡറിൽ ഈ പുള്ളി ഇട്ടിട്ടുണ്ട്. മീൻസ് അതിലെല്ലാത്തിലും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പേര് ഞാൻ മെറ്റവേഴ്സോ ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നമ്മുടെ റേഡിയത്തിലുണ്ട്, അതുപോലെ റേഡിയത്തിൽ എടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ അതർ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള അതിലൊക്കെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം അല്ലാത്ത ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോയിൻ ലോഞ്ച് ആവുന്ന ഈ ഒരു സമയം ഏകദേശം ജനുവരി 18 രാവിലെ, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ടൈം 7:45 രാവിലെയാണ് കേട്ടോ. ജാനുവരി 18. അപ്പോൾ ഈ കോയിൻ ലിസ്റ്റ് ആകുമ്പോൾ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലാണ് 161 മില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. നമ്മൾ ഈ ഒരു ട്രംപ് കോയിൻ ഇറക്കിയതൊക്കെ അറിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ആ ഒരു ഇൻസ്റ്റാൻ്റായിട്ട് ആ ഒരു ടൈമിൽ തന്നെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് അറിഞ്ഞു വരുമ്പോൾ തന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ പുലർച്ചെയാണ് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സമയത്തായാൽ പോലും, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈം ആയാൽ പോലും നമ്മൾ പലരും പല രീതിയിലുള്ള ബിസികളായിരിക്കും. അപ്പോൾ നമ്മളതിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വല്ല വർക്കിലായിരിക്കും, പഠിക്കുകയായിരിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലായിരിക്കും. നമ്മളത് അറിഞ്ഞു ഒന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അത്രയധികം മാർക്കറ്റ് ഇടയിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലാത്തവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഏകദേശം 862 ഏകദേശം 1 ബില്യൻ്റെ അടുത്ത് വരെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നോക്കിയാൽ 3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് കയറുമ്പോൾ വരെ 200%. അതായത് ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാധാരണ മീമല്ല, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും വലിയൊരു ജെന്യൂനിറ്റി ആയിട്ടുള്ള ഒരാളുടെ കാര്യം നമുക്ക് വേറെ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. അത്രയും വലിയൊരാളുടെ കോയിൻ നമ്മൾ അറിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പോലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം നമ്മൾ 1 ബില്യൺ താഴെയുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു. അത് 1 ബില്യൺ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് ആണ്. 1 ബില്യൺ താഴെയുള്ളപ്പോൾ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് 3 ബില്യൺ കയറുമ്പോൾ പോലും 200-something % നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്. മനസ്സിലായില്ല. അപ്പോൾ മറ്റു കോയിനുകളുടെ കാര്യം നമുക്കറിയില്ല, ഇത് എപ്പോഴാണ് ഇടിയാണ്. ഇത് ഈ ട്രംപിൻ്റെ കോയിൻ ആയിട്ട് പോലും നമ്മൾ അറിഞ്ഞു, വളരെ മുമ്പ് അറിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 200%. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും. അപ്പോൾ ബാക്കിയുള്ള നോർമൽ മീം കോയിനുകളുടെ കാര്യം പിന്നെ നമ്മൾ ചിന്തിക്കേ വേണ്ടത് എപ്പോഴാണ് ഇടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഈ പുള്ളിയുടെ ഒരു ആയതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയെന്ന് മാത്രം. അപ്പോൾ അതിനുശേഷം വീണ്ടും കയറിയിട്ടുണ്ട്. നമുക്കറിയില്ല, നമ്മൾ 3 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട് ആണ്. ഇനിയും അത് കയറി പോകുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഏകദേശം ഒരു 100% പോലും ഇല്ല, 50% വരെയാണ് കയറുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ വീണ്ടും കയറി വരുന്നുണ്ട്. ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമുക്കറിയില്ല ഇത് എത്ര വരെ പോകുന്ന ഒരു പ്രഡിക്ഷൻ ഇല്ല. എന്നിട്ട് അവിടുന്ന് അത്യാവശ്യം ഡംപിങ് തന്നെയാണ്. പിന്നെ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ ഡംപ് ചെയ്ത് ഏകദേശം 3 ബില്യണോളം വരെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മീം കോയിനുകൾ നമ്മൾ വളരെ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജെന്യൂൻ പ്രൊജക്റ്റ് ആകുമ്പോൾ ആയിട്ട് പോലും നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറിന് അതൊക്കെ വളരെ ലേറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ഒരു പുള്ളി ആയതുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലോട്ട് ഈ ഒരു കോയിൻ കയറുന്ന നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയൊരു ഡിലേ അല്ല. എന്നിട്ട് പോലും നമുക്ക് ഈ 200%, 300%-ഒക്കെയാണ് എടുക്കാൻ പറ്റുന്നത്. അതായത് 300% എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വലുതാണല്ലോ എന്ന് വിചാരിക്കരുത്. മീം കോയിനുകളിൽ അത് നമുക്കൊന്നും പറയാത്തൊരു സംഗതിയാണ്, ഇത്രയും വലിയൊരു ശതമാനം. നമുക്കിവിടെ ലെവറേജ് ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സ്പോട്ടിലാണ് ഫസ്റ്റ് വരുന്നത്, അതായത് ഡെക്സിലാണ് ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം ബൈനാൻസിലൊക്കെ വരുമ്പോഴും സ്പോട്ടിലായിരിക്കും. പിന്നെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ഫ്യൂച്ചർ ട്രേഡുകളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇത്തരം കോയിനുകളിൽ
നമ്മൾ ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോയിനുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അവസാനം പറയാനുള്ളത്, നമുക്ക് ഏതായിക്കോട്ടെ നമ്മളെപ്പോഴും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലേ ഇൻവെസ്റ്റ് ചെയ്യണം. ആ തുടക്കത്തിലേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ആ ഒരു കോയിൻ എത്രത്തോളം നല്ലതായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം സ്കാം നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു കോയിനിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ കുറേ നോക്കിയപ്പോൾ നമുക്ക് ഡെക്സിൽ തന്നെ എടുക്കാം. ഓക്കെ, ഡെക്സ് സ്ക്രീനറിൽ പോകുമ്പോൾ ഒരുപാട് കോയിൻസ് ഞാൻ പറഞ്ഞില്ലേ 1,00,000-ന് മീതെ കോയിൻസുകളാണ് വരുന്നത്. അതിലേറെ കോയിനുകൾ വേറെയും വരുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കോയിനുകളൊക്കെ ഡെക്സിൽ വന്നിട്ടുള്ള കോയിനുകളാണ്. ഇതിൽ വരാത്ത കോയിനുകളാണ് പമ്പ് ഡോട്ട് ഫണ്ടിൽ. അതായത് അവർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് ഡെക്സിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 100K മാർക്കറ്റ് ക്യാപ്പ് ആ ഒരു കോയിനിൽ വരണം. അപ്പോൾ ആ കോയിൻ അവിടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ വെറും $5,000 മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവുക ആ ഒരു കോയിൻ ലിസ്റ്റ് ആകുമ്പോൾ. ആ 5,000 കോയിനിൽ കുറേ പേര് അവിടെ ട്രേഡ് ചെയ്ത് അതിൻ്റെ വോളിയം കൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൂട്ടി 100Kയിലോട്ട് എത്തുമ്പോഴാണ് ഇതിലോട്ട് വരുന്നത്, നമ്മുടെ ഡെക്സ് സ്ക്രീനറിലോട്ട് വരുന്നത്. അപ്പോൾ അത്തരം കോയിനുകൾ വേറെയും പുറകിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അതായത് 100K പോലെ എത്താണ്ട് അവിടെയും കുറേ റഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ട് സ്കാം ആയി പോകുന്ന അവിടെ വേറെ കോയിൻസ് ഉണ്ട്. ഇതും അല്ലാതെ ഇതിനും പിന്നിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഡ്രോപ്പ് കൊടുക്കുന്ന കോയിനുകൾ, അതായത് മാർക്കറ്റിൽ ലിസ്റ്റ് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കോയിൻ ആർക്ക് വേണം ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്താലാണല്ലോ അതിനൊരു വാല്യൂ വരിക. അപ്പോൾ എന്താ പറയുക, കുറേ എയർ ഡ്രോപ്പുകൾ ടീമുകൾ വന്നിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഓരോ ടാസ്കുകൾ, അതായത് ട്വിറ്റർ ഫോളോ ചെയ്യുക, അങ്ങനെ കുറേ ടാസ്കുകളൊക്കെ തരും. അവരെ ട്വീറ്റ് ഒന്ന് റീട്വീറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ കോയിൻ നിങ്ങൾക്ക് തരും. അതിനുശേഷം ഈ ഒരു ദിവസം പറയും, ആ ഒരു ദിവസം ഞങ്ങളിത് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്യാണ്ട് പോകുന്ന കോയിൻസ് വേറെ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് അറിയില്ല എത്ര ലക്ഷക്കണക്കിന് കോയിനുകൾ ഇതിൽ ക്രിയേറ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരു ദിവസത്തിൽ തന്നെ ഒരു 5 കോയിനോ 10 കോയിനോ ആയിരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 1,000%, 500% ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലക്ഷക്കണക്കിന് കോയിനിൽ നിന്ന് നമുക്ക് അത്രയും കോയിൻ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഇത്രയും ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ആയി എന്നൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് നിങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിലൊക്കെ കണ്ടില്ലേ, വോളിയം നോക്കിയിരിക്കും നിങ്ങൾ. വോളിയം മാർക്കറ്റ് ക്യാപ്പ് 3.2 മില്യൺ മാർക്കറ്റ് ക്യാപ്പ്. ഇതിൻ്റെ വോളിയം $26 മില്യൺ ഡോളറാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അല്ല വോളിയം വരുന്നത്. അപ്പോൾ ഇത്ര അധികം വോളിയവും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഫണ്ടുകളാണ്. ഇത്രയും ഫണ്ട്. ഇത് പണ്ട് കാലത്തൊന്നും ഈ മീം കോയിനുകളും ഇങ്ങനത്തെ ട്രെൻഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഡെക്സ് ഉണ്ടായിരുന്നു. ഡെക്സിൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ആൾട്ട് കോയിനുകളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ മീമു വന്നതോടെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം വലിയ ഫണ്ടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾട്ട് കോയിനുകളോട്ട് വരേണ്ട ഒരു സംഭവമായിരുന്നു മീം കോയിൻ വന്നില്ലായിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ സാധാരണ നമ്മുടെ പറഞ്ഞു കേൾക്കുന്ന നമ്മുടെ അവനാച്ചി, പിന്നെ ADA, അതുപോലെ നമ്മുടെ ലിങ്ക്, പോൾക്കാഡോട്ട്, ഇത്രയും കോയിനുകളൊക്കെ നല്ല രീതിയിൽ ഹൈപ്പിലോട്ട് അടിച്ച് കയറേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിറ്റ് കോയിനോ, ഇത് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് നമ്മുടെ ലെവറേജ് ട്രേഡ് ചെയ്യാനൊക്കെ ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് ഫിബൊനാച്ചി അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടിയിരുന്നു. ഇവിടെ ഞാനൊരു നമ്മുടെ ഈ ഒരു ഹയർ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ നമ്മുടെ ഫിബൊനാച്ചി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ബൈയിങ് റേഞ്ചിൽ വന്ന് ഇവിടെ സെല്ല് വെക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് കയറി പോയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ഇവിടേക്ക് എത്തിയില്ല. നമ്മൾ 1:1 ആണ് ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടാറ്. ഒരു സെക്കൻഡ് 1:1 എന്ന് പറയുമ്പോൾ ഏകദേശം 5.6% ഇവിടെ കയറി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരു 10 ട്രേഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 6-7 ട്രേഡ് എന്തായാലും നമുക്ക് പിന്നെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ ഓക്കെ, യെസ്, ഇവിടെ അതെ നമുക്ക് ഇവിടെ നമ്മൾ ഫിബൊനാച്ചി വലുത് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഹൈലോട്ട് പോയി ഇതിൻ്റെ ലോ ഇതാണ്. അപ്പോൾ നമ്മൾ ഫിബൊനാച്ചി വരച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ ബൈയിങ് റേഞ്ചിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഏകദേശം ഇവിടേക്കാണ് ബൈയിങ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന SL 6.7. ഓക്കെ, 7% വീണ്ടും അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലോവറിനെ ഇവിടുത്തെ ഒരു ലോവർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലോവർ ഇവിടെ ഹയർ വന്നു, ഇവിടെ ലോവർ വന്നു. അതിനുശേഷം ഇന്നത്തെ ഒരു ലോവർ ഇവിടുത്തെ ബ്രേക്ക് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഫിബൊനാച്ചി നമ്മൾ ഷോർട്ടിലായിട്ട് നമ്മൾ ലൈൻ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഷോർട്ട് ലൈനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഓക്കെ, ഇവിടെ നമ്മൾ ലോവർ നോക്കി അതിൻ്റെ ഹയർ ഇവിടെ ഈ ഒരു ഹയറിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ച് കയറി ഇവിടുത്തെ ഒരു നമ്മുടെ എൻട്രിയിലെത്തി. ഇവിടെയാണ് നമ്മുടെ സെല്ല് വരെ ഷോർട്ടാണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ വീണ്ടും ഓക്കെ, ഇവിടുത്തെ ഈ ഒരു ലോവർ ബ്രേക്ക് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മളൊരു ഹയറിലോട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, പ്രീവിയസ് ഹയറിലോട്ട് ബ്രേക്ക് ജസ്റ്റ് ലൈൻ ഇട്ട് വെച്ചു. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കയറി വന്നിട്ട് ഇവിടെ നമ്മുടെ എൻട്രി സോണിലോട്ട് എത്തി. അതിനുശേഷം നമ്മുടെ സെല്ല് 4.3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ട്രേഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾക്കും ഇത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ ചാർട്ടിൽ ഇത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 1,80,000 ഒക്കെ നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എത്തിയിട്ട് നമ്മുടെ മറ്റ് നല്ല നല്ല ആൾട്ടുകളൊന്നും കയറാത്തതിൻ്റെ റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മെയിൻ കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് എങ്ങനെ നല്ലൊരു മീം കോയിനുകൾ, ഇത്രയും ലക്ഷക്കണക്കിന് മീം കോയിനുകൾ വരുന്നുണ്ട്. ഞാനിതിൽ നല്ല മീം കോയിനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ
ഫിൽറ്ററുകളിലായിരുന്നു കുറേ കാലം ഞാൻ ചെയ്തിരുന്നത്. നമ്മുടെ ആ ഒരു ഡിസംബർ മാസമൊക്കെ ഫുള്ള് ഫിൽട്രേഷൻ പഠിക്കൽ തന്നെയായിരുന്നു കൂടുതൽ. ഇതെങ്ങനെ ഇവന്മാരെ റഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏത് പോയിന്റിലെത്തുമ്പോൾ അവർ റഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, അത്ര ലക്ഷക്കണക്കിന് കോയിനുകളിൽ നിന്ന് നല്ലൊരു കോയിൻ, അല്ലെങ്കിൽ നല്ല കോയിനല്ല, സ്കാം ആയിക്കോട്ടെ, പക്ഷേ ഏത് പോയിന്റിൽ സ്കാം നടത്തും എന്നറിയാം. നമുക്ക് മുൻകൂട്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ബൈ ചെയ്തിട്ട് സ്കാം അവർ നടത്താൻ പോകുന്ന ചാൻസിൽ നമുക്ക് അതിന് മുന്നേ എക്സിറ്റ് ചെയ്യാം. അങ്ങനെയാണ് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് 100% നല്ലൊരു കോയിൻ ഡെയിലൊന്നും വരുന്നില്ല. വീക്കിൽ ഒരു 2-3 കോയിൻസ് വരുന്നു എന്നല്ലാണ്ട്, ഞാൻ പറഞ്ഞില്ല 2-3 കോയിൻ ഒരു വീക്കിൽ വരുന്നു എന്ന് പറയുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് കോയിൻ എന്നാണ് നമ്മളത് കണ്ടെത്തേണ്ടത്. ഒരുപാട് പണിയാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ടൂളുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. നമുക്കിപ്പോൾ ഏതൊരു കോയിൻ ആയിക്കോട്ടെ, നമുക്കിതിൽ ഏത് കോയിൻ ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ കോൺടാക്ട് അഡ്രസ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു ട്രെഞ്ച് റഡാർ സ്കാനറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കോയിൻ ക്രിയേറ്റ് ആകുമ്പോൾ അപ്പോൾ തന്നെ അത് കോയിൻ ക്രിയേറ്റ് ആയിട്ട് ജസ്റ്റ് സെക്കൻഡുകളോ 1 മിനിറ്റിനുള്ളിലോ ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു. അത് നമുക്ക് അറിയാലോ. നമുക്ക് സോളാനോ റേഡിയത്തിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂ പേഴ്സിലേക്ക് പോവുക. നമുക്കിത് വളരെ ഏർലി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ന്യൂ വേഴ്സിലോട്ട് പോയി. കണ്ടില്ല 0 സെക്കൻഡ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒരു 27 സെക്കൻഡ് ആയിട്ടുള്ളത് ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നല്ല കോയിൻസ് എടുക്കാം. അപ്പോൾ 1 മിനിറ്റിന് 2 മിനിറ്റിന് താഴെ കോയിൻ ക്രിയേറ്റ് ആയി ലോഞ്ച് ആയിട്ട് നമുക്ക് അതിൻ്റെ കോൺടാക്ട് അഡ്രസ് എടുക്കാം. ഇവിടെ ജസ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ഒരു കോയിൻ നോക്കി നോക്കാം. നമുക്ക് പുതിയതായി വന്നിട്ടുള്ള ഒരു കോയിൻ തന്നെ ഫസ്റ്റ് തന്നെ എടുത്ത് നോക്കാം. ഈ കോയിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ 12 വാലറ്റുകളിൽ നിന്നായിട്ട് ഈ ഒരു കോയിൻ്റെ സപ്ലൈ 55, അതായത് 56% സപ്ലൈ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരെത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ 49.77 സോളാനോളം ഇവർ അത് ഡെവലപ്പർ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പറായിട്ടുള്ള ആ ഒരു ഡെവലപ്പറിൻ്റെ വാലറ്റ് ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് മറ്റേ നമ്മൾ സോളാനോ സ്കാനറിൽ പോയിട്ട് വേണം അതൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്കെല്ലാം ഈ കോൺടാക്ട് അഡ്രസ്സും കൂടി കൊടുത്താൽ മതി. എല്ലാ ഡീറ്റെയിലും കൂടെ ഒറ്റയടിക്ക് വരും. കോയിൻ ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പറിൻ്റെ 1.86% ഹോൾഡിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പോയി നോക്കി കഴിഞ്ഞാൽ ഡെവലപ്പർ ആകെ 1.8% ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കണ്ടില്ലേ, ഡെവലപ്പർ മറ്റ് വാലറ്റുകളുമായിട്ട് സ്നൈപ്പ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ലിസ്റ്റ് ആയപ്പോൾ തന്നെ ഒരു ബണ്ടിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് 56%. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും. പിന്നെ ആ ബണ്ടിൽ ചെയ്തിട്ടുള്ള ഓരോ സിംഗിൾ വാലറ്റിൽ എത്ര ശതമാനം വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടും ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ രക്ഷയില്ല. ഇതിനൊക്കെ മറികടന്നിട്ട് തന്നെയാണ് അവിടെ റഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രീമിയം ഒരു ചാനൽ കിട്ടി. അത് പ്രീമിയം ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നമ്മുടെ ടീമിൻ്റെ ഒക്കെ തന്നെ ആയിട്ടുള്ള ഒരു ചാനലൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചാനൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഏർലി പമ്പ് ഇട്ടിട്ടുള്ള ഒരു ചാനൽ, ഈ ഒരു ചാനൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മളെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് കോയിനുകൾ ഇവിടെ വന്നാൽ പോലും നമുക്ക് ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഇതിലാകെ 100 കോയിനുകളാണ് ഇവർ കൊടുക്കുന്നുള്ളൂ. അതിൽ ഈ ഒരു 100 കോയിനിലും റഗ് നടക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊരു 100 കോയിനുകളൊക്കെ ഷെയർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ അതിൽ കുറേ കോയിൻസുകൾ പമ്പായി പോകുന്നുണ്ട് അവർ പറഞ്ഞതിന് ശേഷം. അപ്പോൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. പിന്നെ ഇതിൻ്റെ പ്രീമിയം സർവീസ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഏർലി നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നോക്കിയതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു കോയിൻ ആദ്യം കൊടുക്കും, അതിനുശേഷം ഒരു 75-80% കയറി കഴിഞ്ഞാൽ പബ്ലിക്കിലോട്ട് വിടുന്നുണ്ട്. അത് വളരെ മുമ്പ് കിട്ടുന്നുണ്ട്, ഒരു വ്യത്യാസമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇതിൻ്റെ പ്രീമിയം എടുക്കണമെന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധമില്ല. കാരണം ഞാൻ രണ്ടും എടുത്ത് നോക്കിയതാണ്. പ്രീമിയം പബ്ലിക്കും ഒരു വ്യത്യാസമില്ല, ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ അതൊന്നും വ്യത്യാസമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, 20x ഈ ഒരു കോയിൻ അവർ ലിസ്റ്റ് ചെയ്തതിന് ശേഷം 20, അതായത് 2000% കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇന്ന് ഫെബ്രുവരി 12 ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ 7x ഒക്കെ പോയിട്ടുള്ളൊരു കോയിൻ. 7x എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 700-600% കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെക്ക് സിഗ്നലിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പോസ്റ്റ് ചെയ്ത ടൈം അറിയാം. അപ്പോൾ നമ്മളിത് ഫെബ്രുവരി 12 രാവിലെ 9:10 വന്നിട്ടുള്ള ഒരു സിഗ്നലായിരുന്നു. അപ്പോൾ കാറ്റ് ഗേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കണിൻ്റെ പേരിട്ടോ. അതിന് മാർക്കറ്റ് ക്യാപ്പ് 217K എന്നാണ് അവർ പറയുന്നത്. രാവിലെ 9:10 ഞാൻ എൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് കോപ്പി എടുത്തിട്ടുണ്ട്. ഏതൊരു കോയിൻ എടുക്കണം, നമ്മുടെ കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കണം. അപ്പോൾ 9:10 എന്നുള്ള ടൈമാണ് നമുക്ക് നോക്കേണ്ടത്. 9:05-10 9:10 200 അവർ എത്ര പറയും, 217 അല്ലേ? അപ്പോൾ നമുക്ക് മാർക്കറ്റ് ക്യാപ്പൊക്കെ അവർ പറഞ്ഞ ടൈമിന് കറക്റ്റ് തന്നെയാണ്, 217 പിടിക്കാം. 220 ഞാൻ പിടിച്ചിട്ടുണ്ട്. 9:10 ക്യാൻഡിൽ തന്നെ ഏകദേശം കണ്ടില്ലേ എത്ര കയറി, 300%, 300 290 270% ഇത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഇവർ പറയുന്ന അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും ഏകദേശം 300% ഈ ഒരു കോയിൻ കിട്ടി. നമുക്ക് വേറൊരു കോയിൻ നോക്കി നോക്കാം. ഇത് 28x എന്നാണ് പറയുന്നത്. ജാനുവരി 30 വന്ന സെക്കൻഡിൽ. അപ്പോൾ ഞാനിതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യണു, റീപ്ലേസ് ചെയ്യണു. ഇത് ജാനുവരി 30 ആണ്, AM ആണ്, 10:21 AM. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് വല്ല മൂവ്മെൻറ്റ് ഉണ്ടോ നോക്കി നോക്കാം. ജാനുവരി 30 അല്ലേ? ഞാൻ ടൈം ഫ്രെയിം ഒന്ന് മാറ്റുന്നുണ്ട്, 15 മിനിറ്റ് ആക്കുന്നുണ്ട്. ജാനുവരി 30 10:21 AM. ഞാനിവിടെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. 10 3 4 5 6 7 9 10. ഇവിടെ നിന്ന് ഏകദേശം കണ്ടില്ലേ
1170% കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് തന്നെയാണ്, ഇത് പക്ക തന്നെയാണ്. ഇതിൽ വരുന്ന എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു കോയിൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു ദിവസം 100 സിഗ്നലോളം ഉള്ളത്, 100 പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ, ഞാൻ പറയാം. ഇതിൽ വരുന്ന ഒരു 10-20 സിഗ്നലോളം ബെറ്ററാണ്. അപ്പോൾ നമുക്ക് കോയിൻ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരു വലിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലക്ഷക്കണക്കിന് കോയിനുകളിൽ നിന്ന് വെറും 100 കോയിനുകൾ വരുന്നു. ആ ഒരു 100 കോയിനിൽ നമുക്ക് നല്ലൊരു കോയിൻ തിരഞ്ഞെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രീമിയം ഒന്നും എടുക്കണ്ട കേട്ടോ, അത് ഞാൻ ഫസ്റ്റ് പറയണം. കാരണം പ്രീമിയവും പബ്ലിക്കും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് അവർ കോയിൻ കയറി ഒരു പൊടിക്ക് ഒരു 50% കയറുമ്പോൾ തന്നെ നമ്മുടെ പബ്ലിക് ചാനൽ അവർ ഇടുന്നുണ്ടെന്ന് അവർ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രീമിയം എടുത്താണ്, പ്രീമിയം പബ്ലിക്കൊക്കെ ഞാൻ കമ്പയർ ചെയ്തു. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടീമിൻ്റെ ഒക്കെ തന്നെയാണ് ഈ സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നും കേട്ടോ, ഞാൻ ഇതിൻ്റെ പബ്ലിക്കായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടിപൊളി തന്നെയാണ്. ഇതിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ഫിൽട്രേഷനാണ്. ഫിൽട്രേഷൻ കാര്യങ്ങൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബാക്ക് എൻഡിൽ. കാരണം പ്രീവിയസ് റഗ് ഹിസ്റ്ററി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ അവർ ബണ്ടിൽ സ്കാനർ, അങ്ങനെ കുറേ സ്കാനറുകളും കാര്യങ്ങളും ഫിൽട്രേഷനൊക്കെ കഴിയുന്നുണ്ട്. ഇതിൻ്റെ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഏർലി പമ്പ് ഡിറ്റക്ടർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് സ്ട്രീം കാണാം. ആ ലൈവ് സ്ട്രീമിങ്ങിൽ ഇതിൻ്റെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ചാനൽ, ഞാനിപ്പോൾ പബ്ലിക് ചാനലിനാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു കോയിനുകൾ കണ്ടെത്തണമെങ്കിൽ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി തന്നെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇത് 2x കയറി, പിന്നെ പുതിയ സിഗ്നൽസുകൾ ഇടുന്നുണ്ട്. ഇതിൽ 5x കയറിയത്, 2x കയറിയത്, അങ്ങനെ കുറേ കാണാം നിങ്ങൾക്ക്. 4.3x, പിന്നെ 5x, 2x, അങ്ങനെ 60x കയറിയതൊക്കെ ഉണ്ട്. ഏകദേശം 6000%, 5000% കയറിയതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒക്കെ ഞാൻ നോക്കിയത് തന്നെയാണ്, പക്ക തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൂൾ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടും കുറേ കാര്യങ്ങൾ മീം കോയിനുകളിൽ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരുപാടൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ഡെക്സിൻ്റെ ഫിൽറ്റർ അല്ലാണ്ട് ഈ ഒരു ഫിൽറ്റർ പ്രകാരം നമുക്ക് കോയിനുകൾ പെട്ടെന്ന്, പുതിയ സിഗ്നലിൽ വരുന്നതൊക്കെ അത് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റാണ്. ഓക്കെ, അവർ കോൺടാക്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ്, ടോക്കൻ്റെ പേര്. അപ്പോൾ ഇത് 12:35 വന്നിട്ടുള്ള ഒരു സിഗ്നലാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റ് മുന്നേ വന്നാണ് അതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും അറിഞ്ഞ് ഇതിൻ്റെ ഒരു പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പിന് താഴെ കുറച്ചുകൂടി ഇറങ്ങിയിട്ട് മേടിക്കാനൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കേസൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൂളുകളാണ്. അപ്പോൾ നമ്മുടെ ഇനി വരും വീഡിയോയിൽ ഞാൻ എൻ്റെ മെയിൻ ഫോക്കസ് നമുക്ക് വലിയ ഫണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പഠിച്ചിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരും വീഡിയോകളിൽ ചെയ്യാം. എല്ലാം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലെങ്ത് ആവും. ഈ ഒരു വീഡിയോ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രം കണ്ടാൽ മതി. കാരണം ഇതിൽ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. അതാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. കാരണം വരും വീഡിയോകളിലൊക്കെ അതിൻ്റെ ഗുണവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ്. നമുക്ക് അടുത്ത വീഡിയോകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാറ്റിൽ കയറാം. ഞാൻ നമ്മുടെ ടെലിഗ്രാം ഫസ്റ്റ് അഡ്മിൻ ഓൺലി ആയിരുന്നു. അപ്പോൾ അത് ഡിസ്കഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേറൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എല്ലാ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, ചാനലായിരുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറയുന്ന പോസ്റ്റുകളായിക്കോട്ടെ, വോയിസുകളായിക്കോട്ടെ, വീഡിയോകളായിക്കോട്ടെ, ഞാൻ അവിടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിക്സ് ആയി പോകില്ല. ഇതിപ്പോൾ ഞാൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാനും അവിടെ ഇടുന്ന വോയിസ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അതൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചാനൽ ഓൺലി അഡ്മിൻ ഓൺലി ആക്കുമ്പോൾ അതിലിടുന്ന പോസ്റ്റുകൾക്കൊക്കെ അത് മാത്രം നിങ്ങൾക്ക് കേൾക്കാനും കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ഒരു ട്രെഞ്ച് റഡാർ സ്കാനർ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോട്ടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ആക്ച്വലി. അപ്പോൾ അതിലാണ് ഞാൻ, അതായത് എൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ആ ചാനലിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അവിടെ ഡിസ്കഷനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ടെലിഗ്രാം ചാനൽ. നല്ല രീതിയിൽ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ടാണ്, 100% ഫ്രീ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വരും വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ നല്ല നല്ല സർവീസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളോട്ട് ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം ഗ്രോ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഞാൻ ആദ്യം നോക്കിയത് എയർ ഡ്രോപ്പുകളെ കുറിച്ചിട്ട് പഠിക്കാനായിരുന്നു. അപ്പോൾ എയർ ഡ്രോപ്പുകളെ കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ ഭയങ്കര വലിയ സംഭവങ്ങളാണ് അറിഞ്ഞത്. ഭയങ്കര വലിയ ഡിഫിക്കൽട്ടാണ് ആ സംഭവം, അത്രേ ഉള്ളൂ. നമുക്ക് കാശ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത്രയും വലിയ ഭാഗ്യം വേണം. അല്ലാണ്ട് വേറെ കുറച്ച് രീതിയിൽ ഞാൻ ക്രിപ്റ്റോ ഗെയിമുകളെ കുറിച്ചിട്ട് നോക്കി. അപ്പോൾ അവിടെയും കുറേ എന്താ പറയുക, ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു റിട്ടേൺസ് ഇല്ല. പിന്നെ ഞാൻ NFT ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. അപ്പോൾ അവിടെയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടത്. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻഡ് ബോക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ഉള്ളതാണ്. കോയിൻ സാൻഡ്, മാന, പിന്നെ അതുപോലെ ആക്സി ഇൻഫിനിറ്റി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു നോക്കി. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടത് സാൻഡ് ബോക്സിൻ്റെ ആണ്. മല്ലു ക്രിപ്റ്റോ ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കണ്ടു. അടിപൊളിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കും ആ യൂട്യൂബ് ചാനൽ കയറി നോക്കാം. പിന്നെ ക്രിപ്റ്റോ അതുപോലെ ബിറ്റ് കോയിൻ്റെ അപ്കമിങ് കാര്യങ്ങൾ, അതിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ സാന്ത എന്ന് പറഞ്ഞിട്ട് പുള്ളി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം
നമുക്ക് മാക്സിമം നല്ല രീതിയിൽ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അറിയാൻ പറ്റുന്നത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾക്കും കയറി നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കൂടുതലായിട്ട് നമ്മൾ ഇതുവരെയായിട്ടും നമ്മുടെ ടെലിഗ്രാം ബോട്ട് വഴി എങ്ങനെ ഡെക്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മേടിക്കാം. അപ്പോൾ നമ്മൾ ഡെക്സ് പെയർ മേടിക്കണമെങ്കിൽ നമ്മൾ ഫുള്ളി സിസ്റ്റത്തിന് മുന്നിലിരിക്കണം. അപ്പോൾ നമുക്ക് അതല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്തിട്ട് TP ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പാർഷ്യൽ സെല്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ട് വഴി ചെയ്യാൻ പറ്റും ഇപ്പോൾ. അപ്പോൾ അതായത് എക്സ്ചേഞ്ച് പോലെ തന്നെ നമുക്ക് ക്ലൗഡ് യൂസ് ചെയ്തിട്ട് ടെലിഗ്രാം ആപ്പിലൂടെ നമുക്ക് സെൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും, അതുപോലെ ബൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളും അതുകൊണ്ട് ഒന്ന് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡെക്സിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.